ടൂറിസം വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു. ആ സമയത്ത് എന്തൊക്കെ പ്രതീക്ഷയാണ് നമ്മളോട് പങ്കുവെക്കുന്നത് ടൂറിസം മേഖലയിൽ? ടൂറിസത്തെ സംബന്ധിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുകൾ ഒരു പൗരനെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ സൗകര്യങ്ങൾ ആരായുന്ന ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക്, ഒരു പ്രകൃതി സ്നേഹി എന്ന നിലയ്ക്ക്, സാംസ്കാരികപരമായി കേരളവും തമിഴ്നാടും ഒരു പരിധിവരെ കർണാടകവും ആന്ധ്രയും, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, പൂരി, ഒഡീഷ, അതുപോലെ തന്നെ അസം, ഇതുപോലെയുള്ള രാജസ്ഥാൻ, കശ്മീർ, ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് നിത്യ സന്ദർശകൻ അല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുന്ന ഒരു വെർച്വൽ പ്ലാറ്റർ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ അനുഗ്രഹം തൃശ്ശൂർക്കാർ, അതുപോലെ തന്നെ മലയാളികൾ അവരുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ തന്നത് ഒരുപക്ഷെ ഇതിലേക്കൊക്കെ പുതിയ പടവുകൾ ഇന്ത്യ ടൂറിസത്തിൽ സൃഷ്ടിക്കുന്നതിനും ആരാധിക്കപ്പെടുന്ന തരത്തിൽ പുതിയ ഇന്ത്യൻ ടൂറിസത്തെ വരവേൽക്കാനായി പുതിയ ഒരു ആസ്വാദന സമൂഹം രാജ്യത്തിന് പുറത്തുള്ള ഇവിടെ വരാൻ കഴിയുന്ന എല്ലാ രാജ്യത്തെയും പൗരന്മാർക്ക് പുതിയൊരു പ്ലാറ്റർ സെറ്റ് ചെയ്യുന്നതിലേക്ക് എൻ്റെ ഹൃദയത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് മുഴുവൻ നൽകി. അത് എങ്ങനെ വരുമെന്ന് നോക്കാം. എന്താണ് സാധ്യതകളെന്ന്. ഇവിടെ ഇപ്പോൾ ആ ചെടി കൈമാറിയപ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു, സൗത്തിനെ പറ്റി എനിക്കൊരു പദ്ധതി മനസ്സിലുണ്ട് സെക്രട്ടറിയോട് പറയുന്നുണ്ടായിരുന്നു. ആ പദ്ധതിയുടെ കുറച്ച് ഭാഗം നമുക്ക് സൗത്തിനെ സംബന്ധിച്ച് എന്ന് ഞാൻ പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഒരു GDP-യിലേക്ക് വന്ന് ചേരുന്ന സൗത്തിൻ്റെ വളർച്ചയാണ്. പക്ഷേ അതിൻ്റെ തന്നെ എനിക്ക് പരിചിതമല്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പഠിക്കണം. ഈ പ്രദേശങ്ങളിലൊക്കെയും ഇപ്പോൾ രാജസ്ഥാൻ എനിക്കറിയാം, അനന്ത സാധ്യതകളല്ല, ഒരു മിനിമൽ സാധ്യതകൾ എന്താണ്, ഒഡീഷ, അസം, അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിൻ്റെ പല മേഖലകളും അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ആ ഒരു ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ള ദിവസങ്ങൾ എത്ര, മാസങ്ങൾ എത്ര, ആഴ്ചകൾ എത്ര, ഇതിൻ്റെ പഠനം, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു നാഷണൽ പാക്കേജ് ഫോർ ദ വേൾഡ്, അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഹൃദയത്തിലുള്ളത്. ഒരു കാര്യം കൂടി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് അടുത്ത 25 വർഷം ടൂറിസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനോടൊപ്പം അദ്ദേഹം ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, മലയാളം ചാനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, സിന്ധു സൂര്യകുമാർ മറ്റോ പറഞ്ഞു, കേരളമാണ് ഇന്ത്യയുടെ ടൂറിസത്തിൻ്റെ പരമസാധ്യത എന്നും പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ നിയോഗം അദ്ദേഹം ആ ഒരു ഉന്നം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നതായിരിക്കും. എൻ്റെ ഉത്തരവാദിത്വം കയറുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം എന്ന് പറയുന്നത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള അൺടാപ്ഡ്, നമ്മൾ അൺഎക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പിരുന്നു അവിടുത്തെ മന്ത്രിമാരെ ആരെയും നമ്മൾ താഴ്ത്തിക്കെട്ടി കണ്ടുകൂടാ. അവരെല്ലാം ഒരുപക്ഷെ എക്സ്പ്ലോർ ചെയ്തിരുന്നു, പക്ഷേ ടാപ്പ് ചെയ്യാനുള്ള ഒരു എന്താണ് അതിനുണ്ടായിരുന്ന ഹിച്ചസ്, ആ ഹിച്ചസും ഗ്ലിച്ചസും എടുത്ത് മാറ്റി അടുത്ത ഒരു പടിയിലേക്കാണ്. ഇത് ഒരു പരമാവധിയിലേക്ക് എനിക്ക് തന്നെ എത്തിക്കാൻ പറ്റുമെന്ന ഉള്ള ഒരു അവകാശവാദമല്ല, പക്ഷേ അടുത്ത ഒരു നിലയിലേക്ക് ഉയർത്താനും ലോകത്തിന് അടുത്ത യുഗത്തിൻ്റെ അല്ലെങ്കിൽ അടുത്ത ദശാബ്ദത്തിൻ്റെ ഒരു ടൂറിസം എന്താണ്, പുതിയ രുചി കൊടുത്ത് ഇതിന് മുമ്പ് വന്നു പോയവർ വീണ്ടും വരിക, പുതുതായി വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ആർത്തിയോടെ വരാൻ, അഭികാമ്യതയോടെ വരാൻ, കാമത്തോടെ വരാനുള്ള ഒരു സംവിധാനം ടൂറിസം നമ്മുടെ രാജ്യത്തിനും ഉറപ്പായിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നന്നായിട്ട് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ടീം കേരളത്തിലുണ്ട്. ആ ടീമിനെല്ലാം ഇവിടുത്തെ സെക്രട്ടറിമാരെയും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തി എന്താണ് ഈ അൺടാപ്ഡ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവന്ന് അതിനൊരു അടിവരയിട്ട് ആ വിഷയങ്ങളെല്ലാം നമ്മൾ മുഖവിലേക്ക്. രാഷ്ട്രീയപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണയ്ക്ക് ഒരുപാട് കല്ലുകടികൾ അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഭരണം മുന്നോട്ട് പോകുന്ന സമയത്ത് സംസ്ഥാന സർക്കാരുകളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. അതിനെ എങ്ങനെ ഡീൽ ചെയ്യാം? ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഓൺ എ വെരി ക്ലീൻ സ്ലേറ്റ്. ഡോണ്ട് ഡിസപ്പോയിൻറ്റ് മീ, അത്രേ പറയാൻ. ഒരു സ്ഥലത്ത് ഡിസപ്പോയിൻ്റ് ചെയ്ത, ഒരു സ്ഥലത്ത് ഡിസൻറ്റ് വന്നു, ഒരു സ്ഥലത്ത് ഇത് ജനങ്ങളുടെ GDP, ജനങ്ങളുടെ ജീവിതത്തിനാണ് തിളക്കം ചാർത്തുന്നതെങ്കിൽ
അത് നാഷണൽ GDP ആണ്. ആ നാഷണൽ GDP കൺട്രോൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സിനെ കാണാതെ ദേശത്തെ, രാജ്യത്തെ, പ്രദേശത്തെ ജനങ്ങളെ മാത്രമാണ് കാണുന്നതെങ്കിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സിന് ആ പൊളിറ്റിക്കൽ ബ്രാക്കറ്റ് പൊളിച്ച് പുറത്തു വന്ന് നാഷണൽ ഗ്രോത്ത് എന്ന് പറയുന്ന സ്ട്രീമിലേക്ക് നീന്തി പതിവ് രീതി ആയിരിക്കില്ല എന്നുള്ള സൂചന തന്നെയാണ്. അല്ല, അങ്ങനെ എനിക്ക് ഇമ്പോസ് ചെയ്യാനൊക്കത്തില്ല. കഴിഞ്ഞ തവണ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു മാലദ്വീപുമായിട്ടുള്ള എന്താ പറയുക, ഒരു ബഹിഷ്കരണ രീതിയിലേക്കൊക്കെ അവർ പോകുന്നു, വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ ആ മാലദ്വീപ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലടക്കം എത്തുന്ന കാഴ്ച പിന്നീട് അതിന് മുമ്പ് തന്നെ ആ മല നമ്മൾ കാണാതായിരുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മീഡിയയ്ക്ക് ഇതിനകത്ത് വലിയൊരു റോൾ വഹിക്കാൻ അല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയ ആയാലും എമിറ്റി എന്ന് പറയുന്നത് ടാഗ്ലൈനാണ്. എമിറ്റി അറ്റ്ലീസ്റ്റ് മറ്റു രാജ്യങ്ങളിലെ ജനസമൂഹങ്ങളിലേക്ക് ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു വിഘടനത്തിൻ്റെ അംശങ്ങൾ പാകുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. നമ്മൾ യഥാർത്ഥ ഇന്ത്യ എന്താണോ അത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. നമുക്ക് അടൂർ ഗോപാലകൃഷ്ണൻ സാറും സത്യജിത്രയും ഒക്കെ നിർമ്മിച്ചിരുന്ന സിനിമയിൽ കണ്ട ഇന്ത്യയെ ഒട്ടുമേ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അപ്പം നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ രാഷ്ട്രീയ ലാഞ്ചന ഇല്ലാതുള്ള യഥാർത്ഥ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു അനാവരണം നിങ്ങളുടെ ഭാരതീയനെന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വമായിരിക്കണം. ഒരു പത്രസ്ഥാപനത്തിൻ്റെയോ മാധ്യമ സ്ഥാപനത്തിൻ്റെയോ മുതലാളിയോടുള്ള ഉത്തരവാദിത്വമോ ആവരുത്, അവരുടെ രാഷ്ട്രീയത്തോടുള്ള ഉത്തരവാദിത്വമാവരുത്. ജനങ്ങളുണ്ടെങ്കിൽ നിങ്ങളുമുള്ളൂ, ഞങ്ങളുമുള്ളൂ. ഒരുപാട് സാധ്യതകൾ മണ്ണാണ് കേരളം. അങ്ങനെ മനസ്സിലുണ്ടെങ്കിലും ആദ്യം അല്ല, അങ്ങനെ എനിക്കിവിടെ പറയാനൊക്കെ. ഞാൻ ആദ്യം മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ സീനിയർ മിനിസ്റ്ററെ അറിയിക്കും, എൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററെ അറിയിക്കും, ഷെഖാവത്ജിയെ. അദ്ദേഹം അത് സെൻസിബിൾ ആണെന്ന് തോന്നിയാൽ എന്നെ കൂടുതൽ അതിനകത്ത് എൻഹാൻസ്മെൻറ്റ്സ് ഉണ്ടോ അത് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കൺസോളിഡേറ്റഡ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റർ പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ സെറ്റ് ചെയ്യും. കാരണം അത് കുറച്ച് വലിപ്പം കൂടിയതായതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ചിലവാകുന്ന പണത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് വളരെ വളരെ ഭാരിച്ചതായിരിക്കും. അപ്പോൾ അത് പ്രൈം മിനിസ്റ്റർ അങ്ങനെ ഒരു ഫീസിബിൾ ഡ്രീം എന്ന് അദ്ദേഹത്തിനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചാൽ അത് സാധ്യമാണ്. ദിസ് വിൽ ബി റവല്യൂഷൻ ഇൻ ദി ടൂറിസം ഇൻഡസ്ട്രി. ഈ ആയുർവേദ കുറിച്ച് പ്രധാനമന്ത്രിയുടെ അഭിമുഖത്തിൽ വാചാരമുണ്ട്. ആയുർവേദ ഞാൻ അന്നേ ആ സ്ഥലവും കണ്ടുവച്ചു. അദ്ദേഹം ആയുർവേദിക് ടൂറിസം എന്ന് പറഞ്ഞിടത്ത് ഞാൻ വൈദ്യരത്നവുമായി അവിടുത്തെ ഉണ്ണിമൂസ് ഡോക്ടറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അതിനുള്ള സ്ഥലവും ഞാൻ ഗുരുവായൂർ ഏങ്ങണ്ടിയൂർ പ്രദേശത്ത് ചാവക്കാട് പ്രദേശത്ത് അതിനുള്ള സ്ഥലവും കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ കണ്ടൽ വനത്തിന് സാധ്യതയുള്ള ജലക്കെട്ടുകളുണ്ട്. അവിടെ കണ്ടൽ വനങ്ങൾ സൃഷ്ടിക്കും. ഒരു കണ്ടൽ ആയുർവേദ ടൂറിസം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിട്ട് ഒരു കാഴ്ചയായിട്ട് മനസ്സിൽ വിരിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ സാധ്യമാകുന്നുള്ളത് അവിടുത്തെ സോയിൽ സ്റ്റഡി, അവിടുത്തെ മാഷി സോയിലിൻ്റെ സ്റ്റഡി, ഇതെല്ലാം നടക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ എൻ്റെ മനസ്സിലുള്ളത് ഒരു 5-10 ഏക്കർ വെച്ച് കേരളത്തിലെ തനത് ആയുർവേദ നിർവ്വാഹം എന്ന് പറയുന്ന ഒരു 5 സ്ഥാപനങ്ങളെയാണ് ഞാൻ കാണുന്നത്. ആ 5 സ്ഥാപനങ്ങൾക്ക് ആ സ്ഥല ഉടമകൾ ലീസിന് സ്ഥലം കൊടുത്തുകൊണ്ട് അപ്പോൾ അവർക്കും ഒരു വരുമാന മാർഗം. ഇതൊന്നിനും ഉപയോഗിക്കാൻ പറ്റാതെ പാഴായി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ വന്നാൽ അത് ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എൻ്റെ ക്യാബിനറ്റ് മന്ത്രി മുഖാന്തരം അറിയിക്കും. അതായിരിക്കും എനിക്കിത് ഇപ്പോൾ ഇരുന്ന് പറയേണ്ട കാര്യമല്ല, എങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോയതാണ്. ഇത് നടക്കണമെന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും.